പുറപ്പാട് പുസ്തകം 27 അധ്യായം. 5 മുഴം നീളവും 5 മുഴം വീതിയുമായി ഗദിരമരം കൊണ്ട് യാഗപീഠം ഉണ്ടാക്കണം. യാഗപീഠം സമചതുരവും 3 മുഴം ഉയരവുമായിരിക്കണം. അതിന് 4 കോണിലും കൊമ്പുണ്ടാക്കണം. കൊമ്പ് അതിൽ നിന്ന് തന്നെ ആയിരിക്കണം. അത് താമ്രം കൊണ്ട് പൊതിയണം. അതിലെ വെണ്ണീർ എടുക്കേണ്ടതിന് ചട്ടികളും അതിൻ്റെ ചട്ടുകങ്ങളും കിണ്ണങ്ങളും മുൾക്കൊളുത്തുകളും തീക്കലശങ്ങളും ഉണ്ടാക്കണം. അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും താമ്രം കൊണ്ടും ഉണ്ടാക്കണം. അതിന് താമ്രം കൊണ്ട് വലപ്പണിയായി ഒരു ജാലവും ഉണ്ടാക്കണം. ജാലത്തിന്മേൽ 4 കോണിലും 4 താമ്രവളയം ഉണ്ടാക്കണം. ജാലം യാഗപീഠത്തിൻ്റെ പകുതിയോളം എത്തും വണ്ണം താഴെ യാഗപീഠത്തിൻ്റെ ചുറ്റുപടിക്ക് കീഴായി വയ്ക്കണം. യാഗപീഠത്തിന് ഗദിരമരം കൊണ്ട് തണ്ടുകൾ ഉണ്ടാക്കി താമ്രം കൊണ്ട് പൊതിയണം. തണ്ടുകൾ വളയങ്ങളിൽ ഇടേണം. യാഗപീഠം ചുമക്കുമ്പോൾ തണ്ടുകൾ അതിൻ്റെ 2 ഭാഗത്തും ഉണ്ടായിരിക്കണം. പലക കൊണ്ട് പൊള്ളയായി അതുണ്ടാക്കണം. പർവ്വതത്തിൽ വെച്ച് കാണിച്ചു തന്ന പ്രകാരം തന്നെ അതുണ്ടാക്കണം. തിരുനിവാസത്തിന് പ്രാകാരവും ഉണ്ടാക്കണം. തെക്കുഭാഗത്തേക്ക് പ്രാകാരത്തിന് പിരിച്ച പഞ്ഞിനൂൽ കൊണ്ട് ഒരു ഭാഗത്തേക്ക് 100 മുഴം നീളത്തിൽ മറശ്ശീല വേണം. അതിൻ്റെ 20 തൂണും അവയുടെ 20 ചുവടും താമ്രം കൊണ്ടും തൂണുകളുടെ കൊളുത്തും മേൽ ചുറ്റുപാടികളും വെള്ളി കൊണ്ടും ആയിരിക്കണം. അങ്ങനെ തന്നെ വടക്കേ ഭാഗത്തേക്ക് 100 മുഴം നീളത്തിൽ മറശ്ശീല വേണം. അതിൻ്റെ 20 തൂണും അവയുടെ 20 ചുവടും താമ്രം കൊണ്ടും തൂണുകളുടെ കൊളുത്തും മേൽ ചുറ്റുപടികളും വെള്ളി കൊണ്ടും ആയിരിക്കണം. പടിഞ്ഞാറേ ഭാഗത്തേക്ക് പ്രാകാരത്തിൻ്റെ വീതിക്ക് 50 മുഴം നീളത്തിൽ മറശ്ശീലയും അതിന് 10 തൂണും അവയ്ക്ക് 10 ചുവടും വേണം. കിഴക്കേ ഭാഗത്തേക്കും പ്രാകാരത്തിൻ്റെ വീതി 50 മുഴമായിരിക്കണം. ഒരു ഭാഗത്തേക്ക് 15 മുഴം നീളമുള്ള മറശ്ശീലയും അതിന് 3 തൂണും അവയ്ക്ക് 3 ചുവടും വേണം. മറ്റേ ഭാഗത്തേക്കും 15 മുഴം നീളമുള്ള മറശ്ശീലയും അതിന് 3 തൂണും അവയ്ക്ക് 3 ചുവടും വേണം. എന്നാൽ പ്രാകാരത്തിൻ്റെ വാതിലിന് നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് ചിത്രത്തയ്യൽപ്പണിയായി 20 മുഴം നീളമുള്ള ഒരു മറയും അതിന് 4 തൂണും അവയ്ക്ക് 4 ചുവടും വേണം. പ്രാകാരത്തിൻ്റെ എല്ലാ തൂണുകൾക്കും വെള്ളി കൊണ്ട് മേൽ ചുറ്റുപടി വേണം. അവയുടെ കൊളുത്ത് വെള്ളി കൊണ്ടും അവയുടെ ചുവട് താമ്രം കൊണ്ടുമായിരിക്കണം. പ്രാകാരത്തിന് 400 മുഴം നീളവും എല്ലായിടവും 50 മുഴം വീതിയും 5 മുഴം ഉയരവും ഉണ്ടായിരിക്കണം. അത് പിരിച്ച പഞ്ഞിനൂൽ കൊണ്ടും ചുവട് താമ്രം കൊണ്ടുമായിരിക്കണം. തിരുനിവാസത്തിലെ സകല ശുശ്രൂഷയ്ക്കുമുള്ള ഉപകരണങ്ങളൊക്കെയും അതിൻ്റെ എല്ലാ കുറ്റികളും പ്രാകാരത്തിൻ്റെ എല്ലാ കുറ്റികളും താമ്രം കൊണ്ട് ആയിരിക്കണം. വിളക്ക് നിരന്തരം കത്തിക്കൊണ്ടിരിക്കേണ്ടതിന് ഇസ്രായേൽ മക്കൾ വിളക്കിന് ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ നിന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ അവരോട് കൽപ്പിക്കാം. സമാഗമന കൂടാരത്തിൽ സാക്ഷ്യത്തിനു മുമ്പിലുള്ള തിരശ്ശീലയ്ക്ക് പുറത്ത് അഹ്റോനും അവൻ്റെ പുത്രന്മാരും അതിനെ വൈകുന്നേരം മുതൽ പ്രഭാതം വരെ യഹോവയുടെ മുമ്പാകെ കത്തുവാൻ തക്കവണ്ണം വെക്കണം. ഇത് ഇസ്രായേൽ മക്കൾക്ക് തലമുറ തലമുറയായി എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം. പുറപ്പാട് പുസ്തകം 28 അധ്യായം. നിന്റെ സഹോദരനായ അഹ്റോനെയും അവൻ്റെ പുത്രന്മാരെയും എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് ഇസ്രായേൽ മക്കളുടെ ഇടയിൽ നിന്ന് നിന്റെ അടുക്കൽ വരുത്തുക. അഹ്റോനെയും അഹ്റോന്റെ പുത്രന്മാരായ നാദാബ്, അബീഹു, എലയാസർ, ഈഥാമാർ എന്നിവരെയും തന്നെ. നിന്റെ സഹോദരനായ അഹ്റോനു വേണ്ടി മഹത്വത്തിനും അലങ്കാരത്തിനുമായി വിശുദ്ധ വസ്ത്രം ഉണ്ടാക്കണം. അഹ്റോൻ എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം അവനെ ശുദ്ധീകരിക്കേണ്ടതിന് അവന് വസ്ത്രം ഉണ്ടാക്കണമെന്ന് ഞാൻ ജ്ഞാനാത്മാവുകൊണ്ട് നിറച്ചിരിക്കുന്ന സകല ജ്ഞാനികളോടും നീ പറയണം. അവർ ഉണ്ടാക്കേണ്ടുന്ന വസ്ത്രമോ പതക്കം, ഏഫോദ്, നീളക്കുപ്പായം, ചിത്രത്തയ്യലുള്ള നിലയങ്കി, മുടി, നടുക്കെട്ട് എന്നിവ തന്നെ. നിന്റെ സഹോദരനായ അഹ്റോൻ എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് അവർ അവനും അവൻ്റെ പുത്രന്മാർക്കും വിശുദ്ധ വസ്ത്രം ഉണ്ടാക്കണം. അതിന് പൊന്ന്, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ,
പിരിച്ച പഞ്ഞുനൂൽ എന്നിവ എടുക്കണം. പൊന്ന്, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പിരിച്ച പഞ്ഞുനൂൽ എന്നിവ കൊണ്ട് നെയ്ത്തുകാരൻ്റെ ചിത്രപ്പണിയായി ഏഫോദ് ഉണ്ടാക്കണം. അതിൻ്റെ 2 അറ്റത്തോട് ചേർന്നതായി 2 ചുമൽക്കണ്ടം ഉണ്ടായിരിക്കണം. അങ്ങനെ അത് തമ്മിൽ ഇണച്ചിരിക്കണം. അത് കെട്ടിമുറുക്കുവാൻ അതിന്മേലുള്ളതായി ചിത്രപ്പണിയായ നടുക്കെട്ട് അതിൽ നിന്ന് തന്നെ അതിൻ്റെ പണി പോലെ പൊന്ന്, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പിരിച്ചു പഞ്ഞുനൂൽ എന്നിവ കൊണ്ട് ആയിരിക്കണം. അതുകൂടാതെ 2 ഗോമേതകക്കല്ല് എടുത്ത് അവയിൽ ഇസ്രായേൽ മക്കളുടെ പേർ കൊത്തേണം. അവരുടെ പേരുകളിൽ 6 ഒരു കല്ലിലും ശേഷമുള്ള 6 മറ്റേ കല്ലിലും അവരുടെ ജനനക്രമത്തിൽ ആയിരിക്കണം. രത്നശില്പിയുടെ പണിയായി മുദ്രക്കൊത്തുപോലെ 2 കല്ലിലും ഇസ്രായേൽ മക്കളുടെ പേർ കൊത്തേണം. അവ പൊന്തടങ്ങളിൽ പതിക്കണം. കല്ല് 2 ഏഫോദിന്റെ ചുമൽക്കണ്ടങ്ങളിന്മേൽ ഇസ്രായേൽ മക്കൾക്കു വേണ്ടി ഓർമ്മക്കല്ലായി വെക്കണം. അഹരോൻ യഹോവയുടെ മുമ്പാകെ അവരുടെ പേർ ഓർമ്മയ്ക്കായി തൻ്റെ 2 ചുമലിന്മേലും വഹിക്കണം. പൊന്നുകൊണ്ട് തടങ്ങൾ ഉണ്ടാക്കണം. തങ്കം കൊണ്ട് ചരടുപോലെ മുറിച്ചു കുത്തുപണിയായി 2 സരപ്പളിയും ഉണ്ടാക്കണം. മുറിച്ചു കുത്തുപണിയായ സരപ്പളി തടങ്ങളിൽ ചേർക്കണം. ന്യായവിധി പതക്കം ചിത്രപ്പണിയായിട്ട് ഉണ്ടാക്കണം. അത് ഏഫോദിന്റെ പണിക്കൊത്തതായി പൊന്ന്, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പിരിച്ച പഞ്ഞുനൂൽ എന്നിവ കൊണ്ട് ഉണ്ടാക്കണം. അത് സമചതുരവും ഇരട്ടയും 1 ചാൺ നീളമുള്ളതും 1 ചാൺ വീതിയുള്ളതും ആയിരിക്കണം. അതിൽ കൽപ്പതിപ്പായി 4 നിര കല്ലു പതിക്കണം. താമ്രമണി, പീതരത്നം, മരതകം എന്നിവ 1-ാമത്തെ നിര. 2-ാമത്തെ നിര മാണിക്യം, നീലക്കല്ല്, വജ്രം. 3-ാമത്തെ നിര പത്മരാഗം, വൈഡൂര്യം, സുഗന്ധിക്കല്ല്. 4-ാമത്തെ നിര പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം. അവ അതത് തടത്തിൽ പൊന്നിൽ പതിച്ചിരിക്കണം. ഈ കല്ല് ഇസ്രായേൽ മക്കളുടെ പേരോടുകൂടെ അവരുടെ പേർ പോലെ 12 ആയിരിക്കണം. 12 ഗോത്രങ്ങളിൽ ഓരോന്നിൻ്റെ പേർ അവയിൽ മുദ്രക്കൊത്തായി കൊത്തിയിരിക്കണം. പതക്കത്തിന് ചരടുപോലെ മുറിച്ചു കുത്തുപണിയായി തങ്കം കൊണ്ട് സരപ്പളി ഉണ്ടാക്കണം. പതക്കത്തിന് പൊന്നുകൊണ്ട് 2 വട്ടക്കണ്ണി ഉണ്ടാക്കി പതക്കത്തിൻ്റെ 2 അറ്റത്തും വട്ടക്കണ്ണി വെക്കണം. പൊന്നുകൊണ്ട് മുറിച്ചു കുത്തുപണിയായി സരപ്പളി 2 പതക്കത്തിൻ്റെ അറ്റങ്ങളിൽ ഉള്ള വട്ടക്കണ്ണി 2 കൊളുത്തേണം. മുറിച്ചു കുത്തുപണിയായി 2 സരപ്പളിയുടെ മറ്റേ അറ്റം 2 തടത്തിൽ കൊളുത്തി ഏഫോദിന്റെ ചുമൽ കണ്ടങ്ങളിൽ അതിൻ്റെ മുൻഭാഗത്ത് വയ്ക്കണം. പൊന്നുകൊണ്ട് 2 വട്ടക്കണ്ണി ഉണ്ടാക്കി പതക്കത്തിൻ്റെ മറ്റേ 2 അറ്റത്തും ഏഫോദിന്റെ കീഴറ്റത്തിന് നേരെ അതിൻ്റെ വിളമ്പിൽ അകത്തായി വെക്കണം. പൊന്നുകൊണ്ട് വേറെ 2 വട്ടക്കണ്ണി ഉണ്ടാക്കി ഏഫോദിന് മുൻഭാഗത്ത് അതിൻ്റെ 2 ചുമൽ കണ്ടത്തിന്മേൽ താഴെ അതിൻ്റെ ഇണപ്പിനരികെ ഏഫോദിന്റെ നടുക്കെട്ടിന് മേലായി വെക്കണം. പതക്കം ഏഫോദിന്റെ നടുക്കെട്ടിന് മേലായിരിക്കേണ്ടതിനും ഏഫോദിൽ ആടാതിരിക്കേണ്ടതിനും അതിൻ്റെ വട്ടക്കണ്ണികളാൽ ഏഫോദിന്റെ വട്ടക്കണ്ണികളോട് നീലനാട കൊണ്ട് കെട്ടണം. അങ്ങനെ അഹരോൻ വിശുദ്ധ മന്ദിരത്തിൽ കടക്കുമ്പോൾ ന്യായവിധി പതക്കത്തിൽ ഇസ്രായേൽ മക്കളുടെ പേർ എപ്പോഴും യഹോവയുടെ മുമ്പാകെ ഓർമ്മയ്ക്കായിട്ട് തൻ്റെ ഹൃദയത്തിന്മേൽ വഹിക്കണം. ന്യായവിധി പതക്കത്തിനകത്ത് ഊറീമും തുമ്മീമും വെളിപ്പാടും സത്യവും വയ്ക്കണം. അഹ്റോൻ യഹോവയുടെ സന്നിധാനത്തിങ്കൽ കടക്കുമ്പോൾ അവൻ്റെ ഹൃദയത്തിന്മേൽ ഇരിക്കണം. അഹ്റോൻ ഇസ്രായേൽ മക്കളുടെ ന്യായവിധി എപ്പോഴും യഹോവയുടെ മുമ്പാകെ തൻ്റെ ഹൃദയത്തിന്മേൽ വഹിക്കണം. ഏഫോദിൻ്റെ അങ്കി മുഴുവനും നീലനൂൽ കൊണ്ട് ഉണ്ടാക്കണം. അതിന് നടുവിൽ തല കടപ്പാൻ ഒരു ദ്വാരം വേണം. ദ്വാരത്തിന് നെയ്ത്തുപണിയായ ഒരു നാട ചുറ്റിലും വേണം. അത് കീറിപ്പോകാതിരിപ്പാൻ കവചത്തിൻ്റെ ദ്വാരം പോലെ അതിന് ഉണ്ടായിരിക്കണം. നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ എന്നിവ കൊണ്ട് ചുറ്റും അതിൻ്റെ വിളുമ്പിൽ മാതളപ്പഴങ്ങളും അവയുടെ ഇടയിൽ ചുറ്റും പൊന്നുകൊണ്ട് മണികളും ഉണ്ടാക്കണം. അങ്കിയുടെ വിളുമ്പിൽ ചുറ്റും ഒരു പൊന്മണി, ഒരു മാതളപ്പഴം, ഒരു പൊന്മണി, ഒരു മാതളപ്പഴം ഇങ്ങനെ വേണം. ശുശ്രൂഷ ചെയ്കയിൽ അഹ്റോൻ അത് ധരിക്കണം. യഹോവയുടെ മുമ്പാകെ വിശുദ്ധ മന്ദിരത്തിൽ കടക്കുമ്പോഴും പുറത്തു വരുമ്പോഴും അവൻ മരിക്കാതിരിക്കേണ്ടതിന് അതിൻ്റെ ശബ്ദം കേൾക്കണം.
തങ്കം കൊണ്ട് ഒരു പട്ടമുണ്ടാക്കി അതിൽ യഹോവയ്ക്ക് വിശുദ്ധം എന്ന് മുദ്രക്കൊത്തായി കൊത്തേണം. അത് മുടിമേൽ ഇരിക്കേണ്ടതിന് നീലച്ചരടുകൊണ്ട് കെട്ടേണം. അത് മുടിയുടെ മുൻഭാഗത്ത് ഇരിക്കണം. ഇസ്രായേൽ മക്കൾ തങ്ങളുടെ സകല വിശുദ്ധ വഴിപാടുകളിലും ശുദ്ധീകരിക്കുന്ന വിശുദ്ധ വസ്തുക്കളുടെ കുറ്റം അഹരോൻ വഹിക്കേണ്ടതിന് അത് അഹരോന്റെ നെറ്റിയിൽ ഇരിക്കണം. യഹോവയുടെ മുമ്പാകെ അവർക്ക് പ്രസാദം ലഭിക്കേണ്ടതിന് അതെപ്പോഴും അവൻ്റെ നെറ്റിയിൽ ഇരിക്കണം. പഞ്ഞിനൂൽ കൊണ്ട് ഉള്ളങ്കിയും വിചിത്രപ്പണിയായി നെയ്യണം. പഞ്ഞിനൂൽ കൊണ്ട് മുടിയും ഉണ്ടാക്കണം. നടുക്കെട്ടും ചിത്രത്തയ്യൽ പണിയായിട്ട് ഉണ്ടാക്കണം. അഹ്റോന്റെ പുത്രന്മാർക്ക് മഹത്വത്തിനും അലങ്കാരത്തിനുമായിട്ട് അങ്കി, നടുക്കെട്ട്, തലപ്പാവ് എന്നിവ ഉണ്ടാക്കണം. അവ നിന്റെ സഹോദരനായ അഹ്റോനെയും അവൻ്റെ പുത്രന്മാരെയും ധരിപ്പിക്കണം. അവർ എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് അവരെ അഭിഷേകവും കരപൂരണവും ചെയ്ത് ശുദ്ധീകരിക്കണം. അവരുടെ നഗ്നത മറപ്പാൻ അവർക്ക് ചണനൂൽ കൊണ്ട് കാൽച്ചൊട്ടയും ഉണ്ടാക്കണം. അത് അര തുടങ്ങി തുടവരെ എത്തണം. അഹ്റോനും അവൻ്റെ പുത്രന്മാരും വിശുദ്ധ മന്ദിരത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ സമാഗമന കൂടാരത്തിൽ കടക്കുമ്പോഴോ യാഗപീഠത്തിൻ്റെ അടുക്കൽ ചെല്ലുമ്പോഴോ കുറ്റം ചുമന്നു മരിക്കാതിരിക്കേണ്ടതിന് അവർ അത് ധരിക്കണം. അവനും അവൻ്റെ സന്തതിക്കും അതെന്നേക്കുമുള്ള ചട്ടമായിരിക്കണം. പുറപ്പാട് പുസ്തകം 29-ാം അധ്യായം. അവർ എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ അവരെ ശുദ്ധീകരിക്കേണ്ടതിന് നീ അവർക്ക് ചെയ്യേണ്ടത് എന്തെന്നാൽ, ഒരു കാളക്കിടാവിനെയും ഊനമില്ലാത്ത 2 ആട്ടുകൊറ്റനെയും പുളിപ്പില്ലാത്ത അപ്പവും എണ്ണ ചേർത്ത പുളിപ്പില്ലാത്ത ദോശകളും എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത വടകളും എടുക്കണം. ഗോതമ്പ് മാവ് കൊണ്ട് അവ ഉണ്ടാക്കണം. അവ ഒരു കൊട്ടയിൽ വെച്ച് കാളയോടും 2 ആട്ടുകൊറ്റനോടും കൂടെ കൊട്ടയിൽ കൊണ്ടുവരണം. അഹ്റോനെയും അവൻ്റെ പുത്രന്മാരെയും സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ വരുത്തി വെള്ളം കൊണ്ട് കഴുകണം. പിന്നെ വസ്ത്രം എടുത്ത് അഹ്റോനെ ഉള്ളങ്കിയും ഏഫോദിൻ്റെ അങ്കിയും ഏഫോദും പതക്കവും ധരിപ്പിച്ച് അവൻ്റെ അരയ്ക്ക് ഏഫോദിൻ്റെ നടുക്കെട്ട് കെട്ടണം. അവൻ്റെ തലയിൽ മുടി വെച്ച് വിശുദ്ധ പട്ടം മുടിമേൽ വയ്ക്കണം. പിന്നെ അഭിഷേക തൈലം എടുത്ത് തലയിൽ ഒഴിച്ച് അവനെ അഭിഷേകം ചെയ്യണം. അവൻ്റെ പുത്രന്മാരെയും കൊണ്ടുവന്ന് അങ്കി ധരിപ്പിക്കണം. അഹ്റോന്റെയും പുത്രന്മാരുടെയും അരയ്ക്ക് നടുക്കെട്ട് കെട്ടി അവർക്ക് തലപ്പാവ് വയ്ക്കണം. പൗരോഹിത്യം അവർക്ക് നിത്യാവകാശമായിരിക്കണം. പിന്നെ നീ അഹ്റോനും അവൻ്റെ പുത്രന്മാർക്കും കരപൂരണം ചെയ്യണം. നീ കാളയെ സമാഗമന കൂടാരത്തിൻ്റെ മുമ്പാകെ വരുത്തേണം. അഹ്റോനും അവൻ്റെ പുത്രന്മാരും കാളയുടെ തലമേൽ കൈവയ്ക്കണം. പിന്നെ സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ യഹോവയുടെ മുമ്പാകെ കാളയെ അറുക്കണം. കാളയുടെ രക്തം കുറെ എടുത്ത് നിന്റെ വിരൽ കൊണ്ട് യാഗപീഠത്തിൻ്റെ കൊമ്പുകളിന്മേൽ പുരട്ടി ശേഷമുള്ള രക്തം ഒക്കെയും യാഗപീഠത്തിൻ്റെ ചുവട്ടിൽ ഒഴിക്കണം. കുടൽ പൊതിഞ്ഞിരിക്കുന്ന മേധസ്സൊക്കെയും കരളിന്മേൽ ഉള്ള വപയും മൂത്രപിണ്ഡം 2ഉം അവയുടെ മേലുള്ള മേധസ്സും എടുത്ത് യാഗപീഠത്തിന്മേൽ വെച്ച് ദഹിപ്പിക്കണം. കാളയുടെ മാംസവും തോലും ചാണകവും പാളയത്തിനു പുറത്തു തീയിലിട്ട് ചുട്ടുകളയണം. ഇത് പാപയാഗം. പിന്നെ ഒരു ആട്ടുകൊറ്റനെ എടുക്കണം. അഹ്റോനും അവൻ്റെ പുത്രന്മാരും ആട്ടുകൊറ്റൻ്റെ തലമേൽ കൈവയ്ക്കണം. ആട്ടുകൊറ്റനെ അറുത്ത് അതിൻ്റെ രക്തമെടുത്ത് യാഗപീഠത്തിന്മേൽ ചുറ്റും തളിക്കണം. ആട്ടുകൊറ്റനെ ഖണ്ഡം ഖണ്ഡമായി മുറിച്ച് അതിൻ്റെ കുടലും കാലും കഴുകി കണ്ണങ്ങളുടെ മേലും അതിൻ്റെ തലയുടെ മേലും വയ്ക്കണം. ആട്ടുകൊറ്റനെ മുഴുവനും യാഗപീഠത്തിന്മേൽ വെച്ച് ദഹിപ്പിക്കണം. ഇത് യഹോവയ്ക്ക് ഹോമയാഗം, യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗം തന്നെ. പിന്നെ നീ മറ്റേ ആട്ടുകൊറ്റനെ എടുക്കണം. അഹ്റോനും അവൻ്റെ പുത്രന്മാരും ആട്ടുകൊറ്റൻ്റെ തലമേൽ കൈവയ്ക്കണം. ആട്ടുകൊറ്റനെ അറുത്ത് അതിൻ്റെ രക്തം കുറേ എടുത്ത് അഹ്റോന്റെ വലത്തെ കാതിനും അവൻ്റെ പുത്രന്മാരുടെ വലത്തെ കാതിനും അവരുടെ വലത്തെ കൈയുടെ പെരുവിരലിനും വലത്തെ കാലിൻ്റെ പെരുവിരലിനും പുരട്ടി രക്തം യാഗപീഠത്തിന്മേലും ചുറ്റും തളിക്കണം. പിന്നെ നീ യാഗപീഠത്തിന്മേലുള്ള രക്തവും അഭിഷേക തൈലവും കുറേശ്ശെ എടുത്ത് അഹ്റോന്റെ മേലും അവൻ്റെ വസ്ത്രത്തിന്മേലും അവൻ്റെ പുത്രന്മാരുടെ മേലും അവരുടെ വസ്ത്രത്തിന്മേലും തളിക്കണം. ഇങ്ങനെ അവനും അവൻ്റെ വസ്ത്രവും അവൻ്റെ പുത്രന്മാരും അവരുടെ വസ്ത്രവും ശുദ്ധീകരിക്കപ്പെടും. അത് കരപൂരണത്തിൻ്റെ ആട്ടുകൊറ്റൻ ആകൊണ്ട് നീ അതിൻ്റെ മേധസ്സും തടിച്ച വാലും കുടലും പൊതിഞ്ഞിരിക്കുന്ന മേധസ്സും
കരളിന്മേലുള്ള വപയും മൂത്രപിണ്ഡം രണ്ടും അവയുടെ മേലുള്ള മേധസ്സും വലത്തെ കൈക്കുറവും യഹോവയുടെ മുമ്പാകെ വെച്ചിരിക്കുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ കൊട്ടയിൽ നിന്ന് ഒരപ്പവും എണ്ണ പകർന്ന അപ്പമായ ഒരു ദോശയും ഒരു വടയും എടുക്കണം. അതൊക്കെയും അഹ്റോന്റെ കയ്യിലും അവന്റെ പുത്രന്മാരുടെ കയ്യിലും വെച്ച് യഹോവയുടെ സന്നിധിയിൽ നീരാജനാർപ്പണമായി നീരാജനം ചെയ്യണം. പിന്നെ അവരുടെ കയ്യിൽ നിന്ന് അവ വാങ്ങി യാഗപീഠത്തിന്മേൽ ഹോമയാഗത്തിനു മീതെ യഹോവയുടെ സന്നിധിയിൽ സൗരഭ്യവാസനയായി ദഹിപ്പിക്കണം. ഇത് യഹോവയ്ക്ക് ദഹനയാഗം. പിന്നെ അഹ്റോന്റെ കരപൂരണത്തിനായുള്ള ആട്ടുകൊറ്റന്റെ നെഞ്ചെടുത്ത് യഹോവയുടെ സന്നിധിയിൽ നീരാജനാർപ്പണമായി നീരാജനം ചെയ്യണം. അത് നിന്റെ ഓഹരിയായിരിക്കും. അഹ്റോന്റെയും അവന്റെ പുത്രന്മാരുടെയും കരപൂരണത്തിനുള്ള ആട്ടുകൊറ്റന്റെ നീരാജനവും ഉദർച്ചയുമായി നീരാജനാർപ്പണമായ നെഞ്ചും ഉദർച്ചാർപ്പണമായ കൈക്കുറവും നീ ശുദ്ധീകരിക്കണം. അത് ഉദർച്ചാർപ്പണമാകൊണ്ട് ഇസ്രായേൽ മക്കളുടെ പക്കൽ നിന്ന് നിത്യാവകാശമായിട്ട് അഹ്റോനും അവന്റെ പുത്രന്മാർക്കും ഉള്ളതായിരിക്കണം. അത് ഇസ്രായേൽ മക്കൾ അർപ്പിക്കുന്ന സമാധാന യാഗത്തിന്റെ ഉദർച്ചാർപ്പണമായി യഹോവയ്ക്കുള്ള ഉദർച്ചാർപ്പണം തന്നെ ആയിരിക്കണം. അഹ്റോന്റെ വിശുദ്ധ വസ്ത്രം അവന്റെ ശേഷം അവന്റെ പുത്രന്മാർക്കുള്ളതാകണം. അത് ധരിച്ച് അവർ അഭിഷേകവും കരപൂരണവും പ്രാപിക്കണം. അവന്റെ പുത്രന്മാരിൽ അവന് പകരം പുരോഹിതനായി വിശുദ്ധ മന്ദിരത്തിലെ ശുശ്രൂഷ ചെയ്യുവാൻ സമാഗമന കൂടാരത്തിൽ കടക്കുന്നവൻ 7 ദിവസം അത് ധരിക്കണം. കരപൂരണത്തിന്റെ ആട്ടുകൊറ്റനെ എടുത്ത് അതിന്റെ മാംസം വിശുദ്ധമായൊരു സ്ഥലത്ത് വെച്ച് പാകം ചെയ്യണം. ആട്ടുകൊറ്റന്റെ മാംസവും കൊട്ടയിലുള്ള അപ്പവും അഹ്റോനും അവന്റെ പുത്രന്മാരും സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ വെച്ച് തിന്നേണം. അവരുടെ കരപൂരണത്തിനും വിശുദ്ധീകരണത്തിനും വേണ്ടി പ്രായശ്ചിത്തം കഴിക്കുന്ന വസ്തുക്കളെ അവർ തിന്നേണം. അവ വിശുദ്ധമായിരിക്കയാൽ അന്യൻ തിന്നരുത്. കരപൂരണ യാഗത്തിന്റെ മാംസത്തിലും അപ്പത്തിലും വല്ലതും പ്രഭാതകാലം വരെ ശേഷിച്ചിരുന്നാൽ ആ ശേഷിപ്പ് തീയിൽ ഇട്ട് ചുട്ടുകളയണം. അത് വിശുദ്ധമാകൊണ്ട് തിന്നരുത്. അങ്ങനെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത് ഒക്കെയും നീ അഹ്റോനും അവന്റെ പുത്രന്മാർക്കും ചെയ്യണം. 7 ദിവസം അവർക്ക് കരപൂരണം ചെയ്യണം. പ്രായശ്ചിത്തത്തിനായി ദിവസേന ഓരോ കാളയെ പാപയാഗമായിട്ട് അർപ്പിക്കണം. യാഗപീഠത്തിനും പ്രായശ്ചിത്തം കഴിച്ച് പാപശുദ്ധി വരുത്തുകയും അതിനെ ശുദ്ധീകരിക്കേണ്ടതിന് അഭിഷേകം ചെയ്യുകയും വേണം. 7 ദിവസം നീ യാഗപീഠത്തിനായി പ്രായശ്ചിത്തം കഴിച്ച് അതിനെ ശുദ്ധീകരിക്കണം. യാഗപീഠം അതിവിശുദ്ധമായിരിക്കണം. യാഗപീഠത്തെ തൊടുന്നവനൊക്കെയും വിശുദ്ധനായിരിക്കണം. യാഗപീഠത്തിന്മേൽ അർപ്പിക്കേണ്ടത് എന്തെന്നാൽ ദിവസം തോറും നിരന്തരം ഒരു വയസ്സുപ്രായമുള്ള 2 ആട്ടിൻകുട്ടി. ഒരു ആട്ടിൻകുട്ടിയെ രാവിലെ അർപ്പിക്കണം, മറ്റേ ആട്ടിൻകുട്ടിയെ വൈകുന്നേരത്ത് അർപ്പിക്കണം. ഇടിച്ചെടുത്ത കാൽഹീൻ എണ്ണ പകർന്നിരിക്കുന്ന ഒരു ഇടങ്ങഴി നേരിയ മാവും പാനീയ യാഗമായി കാൽഹീൻ വീഞ്ഞും ആട്ടിൻകുട്ടിയോടുകൂടെ അർപ്പിക്കണം. മറ്റേ ആട്ടിൻകുട്ടിയെ രാവിലത്തെ ഭോജനയാഗത്തിനും അതിൻ്റെ പാനീയ യാഗത്തിനും ഒത്തവണ്ണം ഒരുക്കി സൗരഭ്യവാസനയായി യഹോവയ്ക്ക് ദഹനയാഗമായി വൈകുന്നേരത്ത് അർപ്പിക്കണം. ഞാൻ നിന്നോട് സംസാരിക്കേണ്ടതിന് നിങ്ങൾക്ക് വെളിപ്പെടുവാനുള്ള സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ വെച്ച് യഹോവയുടെ മുമ്പാകെ ഇത് നിങ്ങൾക്ക് തലമുറ തലമുറയായി നിരന്തര ഹോമയാഗമായിരിക്കണം. അവിടെ ഞാൻ ഇസ്രായേൽ മക്കൾക്ക് വെളിപ്പെടും. അതെൻ്റെ തേജസ്സിനാൽ ശുദ്ധീകരിക്കപ്പെടും. ഞാൻ സമാഗമന കൂടാരവും യാഗപീഠവും ശുദ്ധീകരിക്കും. ഞാൻ അഹ്റോനെയും അവൻ്റെ പുത്രന്മാരെയും എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് ശുദ്ധീകരിക്കും. ഞാൻ ഇസ്രായേൽ മക്കളുടെ മധ്യേ വസിക്കുകയും അവർക്ക് ദൈവമായിരിക്കുകയും ചെയ്യും. അവരുടെ മധ്യേ വസിക്കേണ്ടതിന് അവരെ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്നവനായി അവരുടെ ദൈവമായ യഹോവ ഞാനാകുന്നു എന്ന് അവർ അറിയും. ഞാൻ അവരുടെ ദൈവമായ യഹോവ തന്നെ. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം. ധൂപം കാട്ടുവാൻ ഒരു ധൂപപീഠവും ഉണ്ടാക്കണം. ഗദിരമരം കൊണ്ട് അതുണ്ടാക്കണം. അത് 1 മുഴം നീളവും 1 മുഴം വീതിയുമായി സമചതുരവും 2 മുഴം ഉയരവുമായിരിക്കണം. അതിൻ്റെ കൊമ്പുകൾ അതിൽ നിന്ന് തന്നെ ആയിരിക്കണം. അതിൻ്റെ മേൽപ്പലകയും ചുറ്റും അതിൻ്റെ പാർശ്വങ്ങളും കൊമ്പുകളും ഇങ്ങനെ അത് മുഴുവനും തങ്കം കൊണ്ട് പൊതിയണം. അതിന് ചുറ്റും പൊന്നുകണ്ട് ഒരു വക്കും ഉണ്ടാക്കണം. ചുമക്കേണ്ടതിന് തണ്ട് ചെലുത്തുവാൻ അതിൻ്റെ വക്കിന് കീഴെ ഇരുപുറത്തും
ഈ 2 പൊൻവളയവും ഉണ്ടാക്കണം. അതിൻ്റെ 2 പാർശ്വത്തിലും അവയെ ഉണ്ടാക്കണം. തണ്ടുകൾ ഖദിരമരം കൊണ്ട് ഉണ്ടാക്കി പൊന്നു പൊതിയണം. സാക്ഷ്യപെട്ടകത്തിൻ്റെ മുമ്പിലും ഞാൻ നിനക്ക് വെളിപ്പെടുവാനുള്ള ഇടമായി സാക്ഷ്യത്തിന്മീതെയുള്ള കൃപാസനത്തിൻ്റെ മുമ്പിലും ഇരിക്കുന്ന തിരശ്ശീലയ്ക്ക് മുമ്പാകെ അത് വെക്കണം. അഹരോൻ അതിന്മേൽ സുഗന്ധധൂപം കാട്ടേണം. അവൻ ദിനം പ്രതി കാലത്ത് ദീപം തുടയ്ക്കുമ്പോൾ അങ്ങനെ ധൂപം കാട്ടേണം. അഹരോൻ വൈകുന്നേരം ദീപം കൊളുത്തുമ്പോഴും അങ്ങനെ സുഗന്ധധൂപം കാട്ടേണം. അത് തലമുറ തലമുറയായി യഹോവയുടെ മുമ്പാകെ നിരന്തര ധൂപം ആയിരിക്കണം. നിങ്ങൾ അതിന്മേൽ അന്യധൂപമോ ഹോമയാഗമോ ഭോജനയാഗമോ അർപ്പിക്കരുത്. അതിന്മേൽ പാനീയയാഗം ഒഴുക്കിയുമരുത്. സംവത്സരത്തിൽ ഒരിക്കൽ അഹരോൻ അതിൻ്റെ കൊമ്പുകൾക്കും വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. പ്രായശ്ചിത്തത്തിനുള്ള പാപയാഗത്തിൻ്റെ രക്തം കൊണ്ട് അവൻ തലമുറ തലമുറയായി വർഷാന്തര പ്രായശ്ചിത്തം കഴിക്കണം. ഇത് യഹോവയ്ക്ക് അതിവിശുദ്ധം. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, ഇസ്രായേൽ മക്കളുടെ ജനസംഖ്യ എടുക്കേണ്ടതിന് അവരെ എണ്ണുമ്പോൾ അവരുടെ മധ്യേ ബാധ ഉണ്ടാകാതിരിപ്പാൻ അവരിൽ ഓരോരുത്തൻ താൻ്റെ ജീവനു വേണ്ടി യഹോവയ്ക്ക് വീണ്ടെടുപ്പ് വില കൊടുക്കണം. എണ്ണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ഏവനും വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 1/2 ശേക്കേൽ കൊടുക്കണം. ശേക്കേൽ എന്നത് 20 ഗേര. ആ 1/2 ശേക്കേൽ യഹോവയ്ക്ക് വഴിപാടായിരിക്കണം. എണ്ണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ 20 വയസ്സും അതിനു മീതെ ഉള്ളവനെല്ലാം യഹോവയ്ക്ക് വഴിപാട് കൊടുക്കണം. നിങ്ങളുടെ ജീവനു വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ നിങ്ങൾ യഹോവയ്ക്ക് വഴിപാട് കൊടുക്കുമ്പോൾ ധനവാൻ 1/2 ശേക്കലിൽ അധികം കൊടുക്കരുത്. ദരിദ്രൻ കുറച്ചു കൊടുക്കുകയും അരുത്. ഈ പ്രായശ്ചിത്ത ദ്രവ്യം നീ ഇസ്രായേൽ മക്കളോട് വാങ്ങി സമാഗമന കൂടാരത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി കൊടുക്കണം. നിങ്ങളുടെ ജീവനു വേണ്ടി പ്രായശ്ചിത്തം കഴിക്കേണ്ടതിന് അത് യഹോവയുടെ മുമ്പാകെ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ഒരു ജ്ഞാപകമായിരിക്കണം. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, കഴുകേണ്ടതിന് ഒരു താമ്രത്തൊട്ടിയും അതിന് ഒരു താമ്രക്കാലും ഉണ്ടാക്കണം. അതിനെ സമാഗമന കൂടാരത്തിനും യാഗപീഠത്തിനും മധ്യേ വെച്ച് അതിൽ വെള്ളം ഒഴിക്കണം. അതിങ്കൽ അഹരോനും അവൻ്റെ പുത്രന്മാരും കൈയും കാലും കഴുകണം. അവർ സമാഗമന കൂടാരത്തിൽ കടക്കുകയോ യഹോവയ്ക്ക് ദഹനയാഗം കഴിക്കേണ്ടതിന് യാഗപീഠത്തിങ്കിൽ ശുശ്രൂഷിപ്പാൻ ചെല്ലുകയോ ചെയ്യുമ്പോൾ മരിക്കാതിരിക്കേണ്ടതിന് വെള്ളം കൊണ്ട് കഴുകണം. അവർ മരിക്കാതിരിക്കേണ്ടതിന് കൈയും കാലും കഴുകണം. അതവർക്ക് തലമുറ തലമുറയായി എന്നേക്കുമുള്ള ചട്ടം ആയിരിക്കണം. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, നേത്രമായ സുഗന്ധവർഗമായി വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 500 ശേക്കൽ അയഞ്ഞ മൂരും അതിൽ പാതി 250 ശേക്കൽ സുഗന്ധ ലവംഗവും 500 ശേക്കൽ വഴനത്തൊലിയും 1 ഹീൻ ഒലിവെണ്ണയും എടുത്ത് തൈലക്കാരൻ്റെ വിദ്യപ്രകാരം ചേർത്തുണ്ടാക്കിയ വിശുദ്ധമായ അഭിഷേക തൈലമാക്കണം. അത് വിശുദ്ധമായ അഭിഷേക തൈലമായിരിക്കണം. അതിനാൽ നീ സമാഗമന കൂടാരവും സാക്ഷ്യപെട്ടകവും മേശയും അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും നിലവിളക്കും അതിൻ്റെ ഉപകരണങ്ങളും ധൂപപീഠവും ഹോമയാഗപീഠവും അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും തൊട്ടിയും അതിൻ്റെ കാലും അഭിഷേകം ചെയ്യണം. അവ അതിവിശുദ്ധമായിരിക്കേണ്ടതിന് അവയെ ശുദ്ധീകരിക്കണം. അവയെ തൊടുന്നവനൊക്കെയും വിശുദ്ധനായിരിക്കണം. അഹരോനെയും അവൻ്റെ പുത്രന്മാരെയും എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് നീ അഭിഷേകം ചെയ്ത് ശുദ്ധീകരിക്കണം. ഇസ്രായേൽ മക്കളോട് നീ പറയേണ്ടത് എന്തെന്നാൽ, ഇത് നിങ്ങളുടെ തലമുറകളിൽ എനിക്ക് വിശുദ്ധമായ അഭിഷേക തൈലം ആയിരിക്കണം. അത് മനുഷ്യൻ്റെ ദേഹത്തിന്മേൽ ഒഴിക്കരുത്. അതിൻ്റെ യോഗപ്രകാരം അതുപോലെയുള്ളത് നിങ്ങൾ ഉണ്ടാക്കുകയും അരുത്. അത് വിശുദ്ധമാകുന്നു. അത് നിങ്ങൾക്ക് വിശുദ്ധമായിരിക്കണം. അതുപോലെയുള്ള തൈലം ഉണ്ടാക്കുന്നവനെയും അതിൽ നിന്ന് അന്യന് കൊടുക്കുന്നവനെയും അവൻ്റെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയണം. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, നീ നറുംപശ, ഗുൽഗുലു, ഹൽബാന പശ എന്നീ സുഗന്ധവർഗവും നിർമ്മല സാമ്പ്രാണിയും എടുക്കണം. എല്ലാം ഒരുപോലെ തൂക്കമായിരിക്കണം. അതിൽ ഉപ്പും ചേർത്ത് തൈലക്കാരൻ്റെ വിദ്യപ്രകാരം നിർമ്മലവും വിശുദ്ധവുമായ ധൂപവർഗമാക്കണം. നീ അതിൽ ഏതാനും ഇടിച്ചു പൊടിയാക്കി ഞാൻ നിനക്ക് വെളിപ്പെടുവാനുള്ള സമാഗമന കൂടാരത്തിലെ സാക്ഷ്യത്തിനു മുമ്പാകെ വയ്ക്കണം. അത് നിങ്ങൾക്ക് അതിവിശുദ്ധമായിരിക്കണം.
ഈ ഉണ്ടാക്കുന്ന ധൂപവർഗത്തിൻ്റെ യോഗത്തിന് ഒത്തതായി നിങ്ങൾക്കുണ്ടാക്കരുത്. അത് യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കണം. മണക്കേണ്ടതിന് അതുപോലെയുള്ളത് ആരെങ്കിലും ഉണ്ടാക്കിയാൽ അവനെ അവൻ്റെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയണം.